നമസ്കാരം സുഹൃത്തുക്കളെ. മാത്യു സാമുവലിന്റെ അറസ്റ്റ് ചെയ്യുമോ? കാരണം ഇപ്പോൾ ഏകദേശം മലയാളത്തിലെ ഏകദേശം ഓൺലൈൻ മഞ്ഞപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യും, അദ്ദേഹം ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നത് അല്ലെ, അദ്ദേഹം ഇന്ത്യ വിട്ടുപോയി എന്ന് പലരും പറയുന്നു, വിദേശത്തേക്ക് കടന്നു എന്ന് പറയുന്നു. താങ്കളുടെ അഭിപ്രായം എന്താ? അങ്ങനെ കടക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾക്ക്? മാത്യു സാമുവലിനോട് അടുത്ത് പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം, കടക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ ഞാനിപ്പോ താങ്കളുടെ ചോദ്യം അദ്ദേഹം അങ്ങനെ പേടിച്ചോടി പോകുമോ എന്നുള്ളതാണ്. ഞാനിത് അദ്ദേഹം ശ്രീമാൻ മാത്യു സാമുവൽ സാറ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ക്ലിപ്പിംഗ് മാധ്യമം ദിനപത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. മാത്യു സാമുവലിനെ കണ്ടുകിട്ടാനില്ല. പക്ഷെ നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം കോട്ടയം SP ആയിട്ട് സംസാരിച്ചിരുന്നു. പോലീസുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ, ഇന്ത്യയിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ചെല്ലാവുന്ന രീതിയിൽ തന്നെയുമല്ല. മാത്യു സാമുവലിനെ പോലെ ഒരു വ്യക്തി, താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, അങ്ങനെ ഓടിപ്പോകേണ്ട ഒരു വകുപ്പുണ്ടോ? എന്താ അദ്ദേഹം ചെയ്ത കുറ്റം? ഏത് വകുപ്പിലാണ്? ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നവര് ഓടിപ്പോവാണ്. ഇയാളെ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു വരുമ്പോ ചെല്ലാൻ പോകുന്നവര് ഓടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സമുദായവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ചാനലുകളും അവരുടെ വാർത്താ മാധ്യമ ശൃംഖലയും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സത്യത്തിൽ അത് ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു ആഗ്രഹം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാത്യു സാമുവൽ, എന്താണ് താങ്കളുടെ ബുദ്ധിശൂന്യത എന്ന് പറഞ്ഞാൽ ആരുടെയാണ് ഇതിന് പുറകിൽ? ബുദ്ധി ആരുടെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? അത് നമ്മൾ പറയുന്ന പോലെ ചിലപ്പോ ആ വൈകാരികമായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. മാത്യു സാമുവലിനെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്യൂ, അതിന് വരും വരായികൾ ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധി ഇതിൽ നിന്നും ഇറങ്ങുന്നവർക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിന് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഒന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെ സന്തോഷിപ്പിക്കുക. ഓക്കെ, അതായത് മാത്യു സാമുവലിന്റെ ഈ പറയുന്ന മുന്നേറ്റം അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിന്റെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനത്തിൽ ഒരു കൂട്ടം ആളുകൾക്ക് അസ്വസ്ഥരാവുകയാണ്. ഓക്കെ, അപ്പൊ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് എന്ന് പറയുന്നത് വലിയ കഥയുള്ള എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ചെറിയൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമത് പറയുന്നത് ഈ മാത്യു സാമുവൽ ഒളിച്ചോടുമോ എന്ന് പറയുന്നത് കേരളത്തിൽ ട്രെൻഡ് ഉണ്ട്. അതായത് എന്തെങ്കിലും കേസ് വന്ന് ഒളിച്ചോടുക, ജോർജിയ പോവുക, ദുബായി പോയിട്ട് ലൈവിൽ പോവുക, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തെങ്കിലും കേസുകൾ, സ്ത്രീ പീഡന കേസുകളൊക്കെ ഫയൽ ചെയ്യുമ്പോൾ വേറെ രാജ്യത്ത് പോയിരുന്നു മീശ പിരിക്കുന്നവരൊക്കെയാണ് മലയാളികൾ. അവർ കൂട്ടത്തിൽ പെട്ടവരല്ല മാത്യു സാമുവൽ. അതാണ് ഒരു പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മഞ്ഞപത്രങ്ങൾ ഉദ്ദേശിക്കുന്ന താരടിച്ചു കാണിക്കും, വേറെ ഒന്നും. അതായത് മാത്യു സാമുവല് നാട് വിട്ടു പോയി വെറുതെ അങ്ങ് അടിച്ചുവിടുക. അപ്പൊ അതുപോലെ ഇത് ഡൈ ഡൗൺ ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷെ ഈ വ്യക്തി അങ്ങനെ വ്യക്തിയല്ല. ഈ വ്യക്തി വളഞ്ഞിട്ട് ആക്രമിച്ചു പിടിക്കുന്ന വ്യക്തിയാണ്. കാരണം അങ്ങനെ ഒരു ഏത് മാധ്യമം അവരുടെ ഹെഡിങ്ങിൽ ലോഗോ വെച്ച് ഇയാൾ ഒളിച്ചോടി എന്ന് പറഞ്ഞാല് അവിടെ പോയി അവരെ ആക്രമിക്കും. രണ്ട് കാര്യങ്ങളുള്ളൂ. അല്ല, ഇതിപ്പോ അവർക്ക് മനസ്സിലാവും. ഒരു പക്ഷെ അവര് വൈകാരികമായിട്ട് ചിലപ്പോൾ അവര് നിലകൊള്ളുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളായ മാധ്യമം ദിനപത്രവും മീഡിയ വൺ ചാനലും അവരാണ് മാത്യു സാമുവല് പോയി ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർക്ക് പോലും ഈ അച്ചുനിരത്തി എഴുതിയ വ്യക്തിക്ക് പോലും അറിയാം മാത്യു സാമുവൽ ഇന്ത്യയിലുണ്ട്. ഉദ്ദേശം വേറൊന്നുമല്ല. കാരണം ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെ സന്തോഷിപ്പിക്കും. കാരണം എഴുതിയ ആൾക്കും എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സ്വദേശത്തെ സ്റ്റുഡിയോയിലുണ്ട്. ഓക്കെ, അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു അവിടെ ഉണ്ടെന്ന്. ഇത് എഴുതിയതിന്റെ ഉദ്ദേശം വേറൊന്നും അല്ല, അദ്ദേഹത്തെ താരടിച്ച് കാണിക്കുക, വേറെ ഒന്നുമില്ല. അതിന്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അവര് നിലകൊള്ളുന്നത് ലീഗ്, കോൺഗ്രസ്, മുസ്ലിം സമുദായം എന്നുള്ളതാണ്. ഇടതുപക്ഷ സർക്കാര് പിണറായി വിജയൻ ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരിഭവം, അത് PC ജോർജിന്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഗോൾ അടിക്കുന്നത് പിണറായി വിജയനെതിരെയാണ് ഗോൾ അടിക്കുന്നത് നോക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലും വലതുപക്ഷം അവര് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒരു ഇതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ മാത്യു സാമുവലിനെ അറസ്റ്റ് ചെയ്താല് അടി കിട്ടാൻ പോണത് ആർക്കൊക്കെയാ? പ്രത്യേകിച്ച് കോൺഗ്രസിനും ഈ പറഞ്ഞ ലീഗിനുമായിരിക്കും. കാരണം അറസ്റ്റ് ചെയ്യുന്ന നിമിഷം കേരളത്തിൽ വന്നിറങ്ങാൻ പോകുന്നത് അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ തൊട്ട് ഒരു കേന്ദ്രം അങ്ങോട്ട് ഏറ്റെടുക്കുക. ഈ വിഷയം കേന്ദ്രം ഏറ്റെടുത്തിട്ട് വെറുതെ നടന്നിരുന്ന മാത്തേട്ടൻ ഇതിന്റെ 10 ഇരട്ടി അങ്ങോട്ട് വളരുന്നത്. താങ്കൾ പറയുന്നത് ഇത് CPM കളിയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. രണ്ട് പാർട്ടി ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ തുനിയില്ല. അഥവാ പിണറായി വിജയൻ സർക്കാർ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞാല് കോൺഗ്രസ്സുകാർ അയ്യോ ചെയ്യണ്ട, വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി, പറഞ്ഞു നിർത്തിയാൽ മതി. കാരണം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും ഇതുകള്. അതോടുകൂടി ശ്രീമാൻ മാത്യു സാമുവൽ എന്ന ആള് ഇത്ര നാള് ഡൽഹിയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനം. കേരളത്തില് പുതുതലമുറയ്ക്ക് ഒരു പക്ഷെ കേൾക്കാത്ത മാത്തേട്ടൻ
സുപരിചിതനും ഇന്ന് കാണുന്ന എല്ലാ ചാനലുകൾക്കും അടിയാവും. ചാനലുകളും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യല്ലേ എന്നാണ്. കാരണം ഡൽഹി മാധ്യമ ശൃംഖല ഇവിടേക്ക് ഇറങ്ങും. ഈ പറഞ്ഞ ഇദ്ദേഹം ഞാൻ ഇദ്ദേഹത്തിന് അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കൽ ചാനൽ കണ്ടിട്ടുണ്ട്. എല്ലാ ചാനലുകളും ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ ചാനലുകളിലും ഇദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം ഇദ്ദേഹത്തിന് അറിയുന്നവരാണ്. അപ്പൊ ഒരു ടെഹൽക്കയുടെ മാത്യു സാമുവലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോ അവര് മൈക്കും ക്യാമറയും കുന്തം കുറച്ചൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങും. എവിടെയാ അതിന്റെ പിന്നാലെ അതോട് കൂടി അടി കിട്ടാൻ പോണത് ആരാ? ഈ പറഞ്ഞ മീഡിയ വണ്ണും മാധ്യമ ചാനലിനും ഒക്കെ ആയിരിക്കും അതിന്റെ കോട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അവർക്ക് എങ്ങനെയായിരിക്കും കോട്ടങ്ങൾ? കാരണം അവരുടെ കോട്ടം ജനങ്ങൾക്ക് അറിയാൻ താല്പര്യം. എന്തൊക്കെ കോട്ടങ്ങളായിരിക്കും ജമാഅത്ത് ഇസ്ലാമിയെ ബന്ധപ്പെട്ട് ചാനലുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാല് മാത്യു സാമുവല് ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കും. അവര് വെളുക്കാൻ തെച്ചത് പാണ്ടാവാന്ന് പറയും. അല്ല, ഒരു കാര്യമുണ്ട്, ഈ മാത്യു സാമനെ വളർത്തുന്നത് ഈ പറഞ്ഞ മീഡിയ അല്ല, ഇങ്ങനെയുള്ള നുണ പറയുമ്പോഴാണ്. പക്ഷെ ഞാൻ മീഡിയ വണ്ണിന് ഒരിക്കലും കുറ്റം പറയില്ല. അവരുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു മുതൽ. എന്റെ അഭിപ്രായത്തിൽ ഇരിക്കുന്ന ഈ രണ്ട് ചാനലുകളാണ് ഈ സാറിന്. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയം പോലോ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അറസ്റ്റ് ചെയ്യില്ല, അദ്ദേഹം ഒളിവിൽ പോയി എന്ന് പറഞ്ഞ മാധ്യമല്ലേ. എത്ര ഇത് വേണം അവർക്ക്? അത് അതായത് തിരിച്ചടി അവരുടെ ഒരു വൈകാരികമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടണം. അത് പിണറായിട്ട് കോർട്ടിലേക്ക് ബോൾ ഇടുന്നതിന് തുല്യമായിട്ട് അവർ ഇട്ടു കൊടുത്തതാണ്. പക്ഷെ ഭരണകൂടം പ്രതികൂട്ടിലായിരിക്കും. ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മുന്നൊക്കെ മാത്യു സാമുവൽ സാർ അതാണല്ലോ പറയുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യൂ, ഞാൻ എവിടെയുണ്ട്, നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഫ്ലൈറ്റ് പിടിച്ചിട്ട് അപ്പൊ അവിടെ വരാം, നാട്ടിലുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഇത്രയും കോൺഫിഡൻസ് ചെയ്യും മനസ്സിൽ? കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? SP കാർത്തിക് ഒരു റിപ്പോർട്ട് ഈരാറ്റിനെ പറ്റി അതിനെ കോട്ട് ചെയ്തുള്ള അദ്ദേഹം. അപ്പൊ ചോദ്യം ആർക്കാ? സർക്കാരിലേക്കാണ്. SP കാർത്തിക് പറഞ്ഞ കാര്യം കോടതി ചെന്നു, കോർട്ട് ഓഫ് ലോ. അതിന്റെ മുമ്പിൽ ഒരു ജഡ്ജിന് മുമ്പിൽ കേട്ടിരിക്കാണ്. ശ്രീമാൻ മാത്യു സാമുവൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്ന വലിയൊരു വക്കീൽമാരോ ഏതെങ്കിലും ഒരു വക്കീൽ മതി, കോട്ടിട്ട ഒരാൾ മതി. ചെന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം SP-യുടെ റിപ്പോർട്ടാണ് തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. അത്തരം പറയുമ്പോൾ തന്നെ ഈ SP-യുടെ റിപ്പോർട്ടല്ലേ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നുള്ളൂ എന്ന് പറയുന്നതോടുകൂടി പിന്നെ ആ വാലിഡിറ്റി ഇല്ലാണ്ടായി കേസിന്റെ. പ്രോസിക്യൂഷൻ വരുമെന്നുള്ളത് പോലും നമുക്കറിയില്ല. അവര് എന്തും പറഞ്ഞ അവിടെ വരുന്നേ. ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് ആരാ? DYFI. നമ്മൾ കണക്കാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി പറയട്ടെ, ലീഗ് പറയട്ടെ, മാധ്യമം പറയട്ടെ. എന്റെ ചോദ്യം DYFI-യോടാണ്. തിരുവിതാംകൂറുള്ള DYFI, ആന്റോ ആന്റണി, സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ, ഈ വ്യക്തികള് ആരെയാണ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവര് ഉത്തരം ആരെയാണ്? യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയില്ല എന്നോളൂ. യൂത്ത് കോൺഗ്രസ് ഞാൻ കേട്ടോടത്തോളം BJP അത്തരത്തിലുള്ള ഒരു അച്ചായനെ അവിടെ ഇറക്കാനായിട്ടുള്ള കളി. ഇപ്പൊ അവിടെ PC ഉണ്ട്, ഷോൺ ജോർജ് ഉണ്ട്, അനിൽ ആന്റണി ഉണ്ട്. അടുത്ത പേര് അല്ല, അതിന് മേലുള്ള ഒരു പേരായിട്ട് മാത്യു സാമുവൽ എന്നുള്ളൊരു പേര് ഉയർന്നു വന്നാല് ഒരു പക്ഷേ എന്താ സംഭവിക്കാന്നുള്ളത് പിന്നെ അത് അതായത് ചിലപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു മണ്ഡലത്തിലല്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റും അല്ലെ? അതെ അതെ, അടുത്തതായിട്ട് അവർ അറസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കി കാണാം.